ക്യൂവിൽ എന്തിനാ വന്നിരിക്കുന്നത്? ചിക്കൻ ബിരിയാണി തന്നെയാണ്. ആറ്റുകൽ പൊങ്കാല കാണാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. സമയക്കുറവ് കൊണ്ടിട്ടാണ് വീഡിയോ സമയത്ത് ഇടാത്തത്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും തിരുവനന്തപുരത്ത് ഇത്രയും വർഷം താമസിച്ചിട്ട് ആദ്യമായിട്ടാണ് ആറ്റുകൽ പൊങ്കാല കാണാൻ പോകുന്നത്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ തിരക്ക് ഇത്രയാണെന്നുണ്ടെങ്കിൽ ബാക്കി സ്ഥലങ്ങളിലെ തിരക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും 12:45 1 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പലരും പൊങ്കാലയിട്ട് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്ന പൊങ്കാലയുടെ മണവും തെരളിയുടെ മണവും പുറ്റിൻ്റെ മണവും ഒക്കെ ആയപ്പോൾ വിശപ്പ് ഇരട്ടിയായി. ക്യൂവിൽ നിന്ന് കഷ്ടപ്പെട്ട് ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്. സ്വന്തമായിട്ട് പ്ലേറ്റ് ഉള്ളവർക്ക് മാത്രമേ ഊണ് തരത്തുള്ളൂ എന്ന്. പിന്നെ എവിടെ നിൽക്കുകയോ പോയി 2 പ്ലേറ്റും സംഘടിപ്പിച്ച് ഊണും കഴിച്ചു. എന്തൊരാശ്വാസമെന്നറിയോ, അടിപൊളി ഊണുമായിരുന്നു. എവിടെയോ വായിച്ചു മറന്നൊരു കാര്യം ഓർത്തു പോവുകയാണ്. ആറ്റുകാൽ പൊങ്കാല ശരിക്കും അന്ധവിശ്വാസങ്ങൾ ആഘോഷിക്കപ്പെടുന്നതാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നീട് അങ്ങോട്ടൊരു വാഗൺ ട്രാജഡി പോലെ ആയിരുന്നു. എന്തായാലും ഞങ്ങൾ ഭാഗ്യത്തിന് കഴക്കൂട്ടത്ത് ഇറങ്ങി പിന്നെ 2 ലൈം ജ്യൂസ് ഓർഡർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ 1 ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മെമ്മറി ആയിട്ട് മാറി ആറ്റുകാൽ യാത്ര.